നെക്സ്റ്റ് ഈസ് എനർജി സ്റ്റോർഡ് ഇൻ പാരലൽ കോമ്പിനേഷൻ. ആദ്യം നമ്മൾ കുറേ കപ്പാസിറ്ററുകളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അതിനുശേഷം ടോട്ടൽ എനർജി കണ്ടുപിടിച്ചു. നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതായിരുന്നു: ടോട്ടൽ എനർജി ഈക്വൽ ടു U1 പ്ലസ് U2 പ്ലസ് U3 അപ് ടു UN. ഇനി അതേ കപ്പാസിറ്ററുകളെ നമ്മൾ പാരലൽ ആയി കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ എത്രയായിരിക്കും ടോട്ടൽ എനർജി എന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞാൻ എടുക്കുന്ന ഇക്വേഷൻ U ഈസ് ഈക്വൽ ടു ഹാഫ് CV². ഇവിടെ എന്തുകൊണ്ട് ഈ ഇക്വേഷൻ തന്നെ ചൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ കപ്പാസിറ്ററുകളും പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എല്ലാവർക്കും അക്രോസുള്ള പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് പൊട്ടൻഷ്യലിനെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ നമ്മൾ എടുത്തത്, U ഈക്വൽ ടു ഹാഫ് CV². ഇനി പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് C ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 അപ് ടു CN ആണ്. ഇതിലൊരു V²/2നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു C ടേമിന് നിങ്ങൾക്ക് കാണാം. ഈ C ടേമിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? C1 പ്ലസ് C2 പ്ലസ് C3 അപ് ടു CN എഴുതാം. ഞാൻ ഹാഫ് V²നെ മാറ്റി നിർത്തിയിരിക്കുന്നു. ഹാഫ് V²നെ മാറ്റി നിർത്തി ബാക്കിയുള്ള സിക്ക് പകരം C1 പ്ലസ് C2 പ്ലസ് C3 അപ് ടു CN സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. U ഈക്വൽ ടു ഹാഫ് V² ഇൻറ്റു C1 പ്ലസ് C2 പ്ലസ് C3 അപ് ടു CN. ഇനി ഹാഫ് V²നെ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കാം. ബാക്കി എന്ത് വരും? U ഈക്വൽ ടു ഹാഫ് C1 V² പ്ലസ് ഹാഫ് C2 V² പ്ലസ് ഹാഫ് C3 V² അപ് ടു ഹാഫ് CN V². എന്താണ് ഹാഫ് C1 V²? ആദ്യത്തെ കപ്പാസിറ്ററിൻ്റെ മാത്രം എനർജി. ഹാഫ് C2 V² രണ്ടാമത്തെ കപ്പാസിറ്ററിൻ്റെ മാത്രം എനർജി. അങ്ങനെ അവസാനത്തെ ടൈം ഹാഫ് CN V² nth കപ്പാസിറ്ററിൻ്റെ മാത്രം എനർജി. ടോട്ടൽ എനർജി U ഈക്വൽ ടു U1 പ്ലസ് U2 പ്ലസ് U3 അപ് ടു UN. പാരലായി കപ്പാസിറ്ററിനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാനായി എന്ത് ചെയ്താൽ മതി? ഓരോ കപ്പാസിറ്ററിൻ്റെയും ഇൻഡിവിജ്വൽ എനർജി എടുത്ത് ആഡ് ചെയ്താൽ മതി. ഇതേ ഇക്വേഷൻ തന്നെയാണ് നമുക്ക് സീരീസ് കോമ്പിനേഷനിലും കിട്ടിയത്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലും പാരലായി കണക്ട് ചെയ്താലും കപ്പാസിറ്ററുകളുടെ കോമ്പിനേഷൻ ടോട്ടൽ എനർജി ഇൻഡിവിജ്വൽ എനർജീസിൻ്റെ സം ആയിരിക്കും.